സംസ്ഥാനത്ത് നടപ്പിലാക്കിയ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ അവലോകന യോഗം തൃശൂരിൽ നടന്നു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ബിരുദ പ്രോഗ്രാമുകളെ മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകളായി പുനഃക്രമീകരിക്കാൻ തീരുമാനമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കഴിഞ്ഞ വർഷം അക്കാദമിക് കലണ്ടർ അനുസരിച്ച് പരീക്ഷയും ഫലപ്രഖ്യാപനവും നടത്താൻ സാധിച്ചു. സമാനമായ രീതിയിൽ മുന്നോട്ടു പോകും. ചോദ്യബാങ്ക് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ നവംബർ 3 മുതൽ 18 വരെയുള്ള തീയതികളിൽ 1-3 സെമസ്റ്റർ പരീക്ഷകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 15-നകം അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യ ബാങ്കുകൾ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സർവകലാശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യ ബാങ്ക് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് AI സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ ചർച്ചകൾ ഉണ്ടായി. സിലബസ് പരിഷ്കരണത്തിനൊപ്പം AI ഉൾപ്പെടെയുള്ള പഠന രീതികളെക്കുറിച്ചും അധ്യാപകർക്ക് ഡിസംബറിനകം പരിശീലനം നൽകും. സംസ്ഥാന തലത്തിൽ എന്ന പോലെ എല്ലാ മാസവും സർവകലാശാലാ തലത്തിലും അവലോകനം നടത്തും. വിദ്യാർത്ഥികളുടെ പരാതികളും ആശങ്കകളും പരിഹരിച്ച് മുന്നോട്ടു പോകും. 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളോ ആശങ്കകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സമയബന്ധിതമായിട്ട് പരിഹരിക്കുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ എല്ലാ തലങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട്. NCC, NSS തുടങ്ങിയവയെ വാല്യൂ ആഡഡ് കോഴ്സുകളാക്കി അതിലെ വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് നേടാൻ അവസരമൊരുക്കും. എല്ലാ കോളേജുകളിലും സർവകലാശാലകളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ രൂപീകരിച്ച് ക്രെഡിറ്റ് ലിങ്ക്ഡ് ഹ്രസ്വകാല നൈപുണ്യ കോഴ്സുകൾ ഉറപ്പുവരുത്തും. ഓൺലൈൻ കോഴ്സുകൾക്കായി K-Learn എന്ന പേരിൽ പ്ലാറ്റ്ഫോം ഒരുക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ലഭ്യമാക്കാൻ പോർട്ടൽ ഉടൻ സജ്ജമാക്കും. എന്നിവയാണ് യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളും ധാരണകളും. 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ അതിലൂടെ ലഭ്യമാകും. സമ്പൂർണമായും സൗജന്യമായുള്ള ഇന്റേൺഷിപ്പ്, സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ്, അങ്ങനെ 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ആ ഇന്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കുന്നത്. വിഷൻ 2031ന്റെ ഭാഗമായി ഒക്ടോബർ 18-ന് കോട്ടയത്ത് വെച്ച് സെമിനാർ സംഘടിപ്പിക്കും. ദേശീയതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സർവകലാശാലകളെയും കോളേജുകളെയും തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന എക്സലൻഷ്യ പരിപാടിയിൽ വച്ച് അഭിനന്ദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. TCV തൃശൂർ.